ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ 2 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെർട്ടിക്കൽ കേർവ്സിനെ പറ്റിയാണ്. ഓക്കെ, വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ വരുന്ന വെർട്ടിക്കൽ കേർവ്സിനെ പറ്റിയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Vertical curves. Okay, the curve in a vertical alignment which is produced when two different gradients meet is known as vertical curves. Okay, ഒരു വെർട്ടിക്കൽ അലൈൻമെന്റിൽ രണ്ട് ഡിഫറെൻറ്റ് ഗ്രേഡിയൻസ് ആയിട്ടുള്ള കേർവ്സ് മീറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ വെർട്ടിക്കൽ കേർവ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമ്മളത് കൊടുക്കുമ്പോഴേക്കും അതിൽ ത്രൂ മൂവ്മെൻറ്റ് നടക്കുമല്ലോ, ട്രാൻസ്പോർട്ടേഷൻ നടക്കുമല്ലോ. അത് അത്രയും സേഫ്റ്റിയും അതേപോലെ തന്നെ അപ്പിയറൻസ് അനുസരിച്ചാണെങ്കിലും വിസിബിലിറ്റി അനുസരിച്ചാണെങ്കിലും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വെർട്ടിക്കൽ കേർവ് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദ മോസ്റ്റ് കോമൺ പ്രാക്ടീസ് ഹാസ് ബീൻ ടു യൂസ് പാരബോളിക് കേർവ്സ് ഇൻ സബ്മിറ്റ് കേർവ്സ്. ഓക്കെ, ഇപ്പം ഈ വെർട്ടിക്കൽ കേർവ്സ് രണ്ട് ടൈപ്സ് ഉണ്ട്, സബ്മിറ്റ് കേർവും വാലി കേർവും. ഓക്കെ, അതിൽ സബ്മിറ്റ് കേർവിൽ നമ്മളെപ്പോഴും പാരബോളിക് കേർവ്സ് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പാണ് ചൂസ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനത്തെ കേർവ്സ് പാരബോളിക് കേർവ്സ് ആയിട്ടുള്ള സബ്മിറ്റ് കേർവ്സ് സെറ്റ് ഔട്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ് ഫീൽഡിൽ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ആ ഒരു കേർവ് യൂസ് ചെയ്താൽ അതിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, രണ്ട് ഡിഫറെൻറ്റ് ഗ്രേഡിയൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ട്രാൻസിഷൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ റൈഡിങ് കംഫോർട്ടും എക്സലൻ്റ് ആയിട്ടുള്ളത് പാരബോളിക് കേർവ്സ് യൂസ് ചെയ്താലാണ്. ഓക്കെ, ഇനിയും ഇൻ കേസ് ഓഫ് വാലി കേർവ്സ് വരുമ്പോൾ, വെർട്ടിക്കൽ കേർവ്സിൽ സെക്കൻഡ് ടൈപ്പാണ് വാലി കേർവ്സ്. അതിൻ്റെ ടൈപ്സിൽ വരുമ്പം ക്യൂബിക് പാരബോളയാണ് ആ ഒരു ഷേപ്പിന് യൂസ് ചെയ്യുന്നത്. അതും നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയൽ ട്രാൻസിഷൻ കേർവ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, അതിൻ്റെ റിക്വയർമെൻറ്റ്സിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് ഈ പറയുന്ന ക്യൂബിക് പാരാബോള യൂസ് ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, അപ്പം മൂവിങ് ഓൺ ടു ടൈപ്സ് ഓഫ് വെർട്ടിക്കൽ കേർവ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഷേപ്പ് ഓഫ് പ്രൊഫൈൽ. ഓക്കെ, അപ്പോൾ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ സബ്മിറ്റ് കേർവ് എന്നും വാലി കേർവ് എന്നും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സബ്മിറ്റ് കേർവ് എന്ന് വെച്ചാൽ വെൻ ടു ഗ്രേഡ്സ് മീറ്റ് അറ്റ് ദി സബ്മിറ്റ് ആൻഡ് ദി കേർവ് വിൽ ഹാവ് കോൺവെക്സിറ്റി അപ്വേർഡ്സ്, ദ കേർവ് ഇസ് റെഫേർഡ് ആസ് എ സബ്മിറ്റ് കേർവ്. ഓക്കെ, എന്താണ് രണ്ട് ഗ്രേഡിയൻസ് മീറ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് പോലെ നല്ലൊരു ചെറിയൊരു ഹൈറ്റിൽ അല്ലെങ്കിൽ പൊങ്ങിയിട്ട് അവർ മീറ്റ് ചെയ്യുമ്പോൾ, രണ്ട് ഗ്രേഡിയൻസ് അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ എന്താണ് കേർവ്സിൽ ഒരു കോൺവെക്സ് ആയിട്ടുള്ള ഷേപ്പ് വരും. അത് അപ്വേർഡിലോട്ടായിരിക്കും ആ കോൺവെക്സിറ്റി ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കേർവ്സിനെ നമുക്ക് സബ്മിറ്റ് കേർവ് എന്ന് പറയാം. ഓക്കെ, ഇനി വാലി കേർവ് അല്ലെങ്കിൽ സാഗ് കേർവ് എന്തായിരിക്കും? അവിടെ ആ രണ്ട് ഗ്രേഡ് മീറ്റ് ചെയ്യും. അത് സാഗിൻ്റെ അവിടെ ആയിട്ടായിരിക്കും, വാലി ആയിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അവിടെ കോൺവെക്സിറ്റി താഴോട്ടായിരിക്കും. ഓക്കെ, അങ്ങനത്തെ കേർവ്സിന് നമ്മൾ വാലി കേർവ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് കേർവിൽ കോൺവെക്സിറ്റി അപ്വേർഡ് ആയിരിക്കും, മറ്റത് വാലി കേർവ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അതിലെ വെർട്ടിക്കൽ കേർവ്സിലെ ഡിസൈൻ ഓഫ് സബ്മിറ്റ് കേർവിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സബ്മിറ്റ് കേർവ്സ് എന്ന് പറഞ്ഞാൽ ആർ ദോസ് കേർവ്സ് വിച്ച് ഹാവ് കോൺവെക്സിറ്റി അപ്വേർഡ്സ്. ഓക്കെ, അപ്പം 4 കണ്ടീഷൻസിൽ ഈ പറയുന്ന സബ്മിറ്റ് കേർവ് ഫോം ചെയ്യും. ആ 4 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വെൻ എ പോസിറ്റീവ് ഗ്രേഡിയൻറ്റ് മീറ്റ്സ് അനദർ മൈൽഡ് പോസിറ്റീവ് ഗ്രേഡിയൻറ്റ്. എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് എന്ന് വെച്ചാൽ പ്ലസ് എൻ, ഇപ്പോൾ എൻ എന്ന് വെക്കാം, പ്ലസ് N1 വേറൊരു പ്ലസ് ആയിട്ടുള്ള N2നെ മീറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു സബ്മിറ്റ് കേർവ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗർ ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്ലസ് N1 എന്ന് പറയുമ്പോൾ ഒരു കയറ്റമാണല്ലോ അല്ലേ, മേലോട്ട്. അപ്പോൾ അത് പ്ലസ് N1 വേറൊരു പ്ലസ് N2നെ എന്ന് വെച്ചാൽ അതും ഒരു കയറി തന്നെ പോവാണ്. ഓക്കെ, അതുകൊണ്ടാണ് മൈൽഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവാണ്, അതുകൊണ്ട് അതും മേലോട്ട് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു ഷേപ്പ് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും അങ്ങനെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് വൺ ടൈപ്പ് ഓഫ് സബ്മിറ്റ് കേർവ്. ഓക്കെ, ഇനി ഇങ്ങനത്തെ കേർവിൽ നമുക്ക് അവിടുത്തെ ഡീവിയേഷൻ ആംഗിൾ കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു ടാൻജന്റ് ഇവിടെ നിന്നൊരു ടാൻജന്റ് വരച്ചാൽ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ ഡീവിയേഷൻ ആംഗിൾ N എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഓൾജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഗ്രേഡ് ആണ്. ഓക്കെ, രണ്ട് ഗ്രേഡിൻ്റെയും ഓൾജിബ്രിക് ഡിഫറൻസിനെയാണ് നമ്മൾ N എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ എന്താണ് പ്ലസ് N1 മൈനസ് പ്ലസ് N2. അപ്പം നെഗറ്റീവും പ്ലസും കൂടെ അത് നെഗറ്റീവ് ആവും. അങ്ങനെ N1 മൈനസ് N2 എന്നാവും അല്ലേ. ഓൾജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഗ്രേഡ് അത് ഓർത്താൽ മതി. പിന്നെ ഈ പ്ലസ് N1ഉം പ്ലസ് N2 അറിയാമെങ്കിൽ പിന്നെ N1 മൈനസ് N2 ആവും അല്ലേ. ഇനി അടുത്ത കേസ്, അടുത്ത കണ്ടീഷൻ സബ്മിറ്റ് കേർവ് ഫോം ചെയ്യുന്നത് വെൻ എ പോസിറ്റീവ് ഗ്രേഡിയൻറ്റ് മീറ്റ്സ് എ ലെവൽ 0 ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഒരു പോസിറ്റീവ് ഗ്രേഡിയൻറ്റ് ഒരു 0 ഗ്രേഡിയൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ അത് ലെവലായിട്ടുള്ള സർഫസ് ആണ്. അങ്ങനത്തേനെ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സബ്മിറ്റ് കേർവ് അല്ലേ, ആ ഒരു സബ്മിറ്റ് മേലോട്ടല്ലേ കോൺവെക്സിറ്റി വരുന്നത്. ഈ ഒരു ഷേപ്പിലും കോൺവെക്സിറ്റി മേലോട്ടാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഡീവിയേഷൻ ആംഗിൾ നോക്കിയാൽ ഇവിടുന്ന് ടാൻജന്റും ഇവിടുന്ന് ഒരു ടാൻജന്റും വരയ്ക്കുമ്പോൾ അവിടെ ഡീവിയേഷൻ ആംഗിൾ N ഉണ്ടാവും.
അപ്പോൾ അവിടുത്തെ കോൺവെക്സിറ്റി അല്ലെങ്കിൽ ഡീവിയേഷൻ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n1 മൈനസ് n2. n2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ n1 മൈനസ് 0, അപ്പോൾ n1 തന്നെയാണ് അല്ലേ. അടുത്തത് when a positive gradient meets with a negative gradient, അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സി ഒരു +n1 വരുന്നു, പിന്നെ താഴോട്ടുള്ള ഒരു ഗ്രേഡിയൻ്റ് ആണ് -n2. അങ്ങനെയാണ് അവിടെ ഒരു സബ്മിറ്റ് കേർവ് ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഡീവിയേഷൻ ആംഗിൾ n എന്ന് പറയുന്നത് +n1 മൈനസ് n2 അല്ലെ. n2ൻ്റെ കൂടെയും ഒരു മൈനസ് ഉണ്ട്, അപ്പം മൈനസും അത് പ്ലസ് ആവും. അപ്പോൾ +n1 + n2 എന്നാവും. ഓക്കെ, ഇനി അടുത്തത് വെൻ എ നെഗറ്റീവ് ഗ്രേഡിയന്റ് മീറ്റ്സ് അനദർ സ്റ്റീപ്പർ നെഗറ്റീവ് ഗ്രേഡിയന്റ്. ഓക്കെ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രേഡിയന്റ് വേറൊരു സ്റ്റീപ്പർ ആയിട്ടുള്ള നെഗറ്റീവ് ഗ്രേഡിയന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സബ്മിറ്റ് കേർവ് ഉണ്ടാവും. നിങ്ങൾ അതിന്റെ ഷേപ്പ് നോക്കിയേ, താഴോട്ടാണ് അത് മീറ്റ് ചെയ്യുന്നത്, വേറൊരു താഴോട്ട് വരുന്ന ഒരു ഗ്രേഡിയന്റിനെ മീറ്റ് ചെയ്തു. പക്ഷേ കോൺവെക്സിറ്റി അവിടെ അപ്വേർഡിലോട്ടാണ്, അതുകൊണ്ടാണ് അവിടെ സബ്മിറ്റ് കേർവ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡീവിയേഷൻ ആംഗിൾ എടുത്തു, -n1 മൈനസ് -n2. അപ്പോൾ അത് n2 മൈനസ് n2 എന്ന് എഴുതാമല്ലോ അല്ലേ. അപ്പോൾ അത് ചെയ്ത് നോക്കുക. ഈ ഫിഗേഴ്സ് എല്ലാം പഠിക്കുക. 3 രീതിയിൽ സബ്മിറ്റ് കേർവ് ഫോം ചെയ്യും എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് എഴുതാൻ +n1 +n2 എന്നൊക്കെ എഴുതാൻ അറിയാമെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ എഴുതാന്നേ ഉള്ളൂ അല്ലേ. പോസിറ്റീവ് ഗ്രേഡിയന്റ് മീറ്റ്സ് അനദർ പോസിറ്റീവ് എന്നൊക്കെ എഴുതിയാൽ മതി. During the design of vertical submit curve, the comfort, appearance, sight distance and security of the driver should be considered. Okay, അപ്പോൾ ഒരു സബ്മിറ്റ് കർവ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. During movement in a submit curve, there is less discomfort to the passengers. Okay, അപ്പം ഒരു സബ്മിറ്റ് കർവിൽ കൂടെ പോകുമ്പോൾ അധികം പാസഞ്ചേഴ്സിന് ഒരു ഡിസ്കംഫോർട്ട് ഒന്നും ഉണ്ടാകത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് the centrifugal force developed by the movement of vehicle on a submit curve act upwards, which is opposite to the direction in which its weight act. ഓക്കെ, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സബ്മിറ്റ് കേർവിൽ കൂടെ പോകുന്ന ഒരു വെഹിക്കിളിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപ്വേർഡിലോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ കമ്പയർ ടു അതിൻ്റെ വെയിറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, താഴോട്ടാണ് അല്ലേ. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്താണ്, ആ വെഹിക്കിളിൻ്റെ മേളിലോട്ട് വരുന്ന ഒരു ലോഡ് ഉണ്ടല്ലോ അത് കുറവായിരിക്കും, ആ ഒരു സ്ട്രെസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അങ്ങനത്തെ സബ്മിറ്റ് കേർവിൽ കൂടെ പോകുമ്പോൾ ആ വെഹിക്കിൾ ഇരിക്കുന്ന ആൾക്കാർക്ക് അധികം ഡിസ്കംഫേർട്ട് തോന്നത്തില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെയും വെയിറ്റ് ഓഫ് ദി വെഹിക്കിളിൻ്റെയും ഡയറക്ഷൻ രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്ട്രെസ് അധികം ഉണ്ടാകുന്നില്ല. A simple parabolic curve is preferred in submit curve due to its easy implementation in the field, good riding comfort during driving and easy കമ്പ്യൂട്ടേഷൻ. അത് നമുക്ക് ഈസി കമ്പ്യൂട്ട് ചെയ്യാം, അതിൻ്റെ എന്തെങ്കിലും കാൽക്കുലേഷൻസ് നമുക്ക് കുറച്ചും കൂടെ കംഫോർട്ട് ഈ പറയുന്ന പാരബോളിക് കേർവ് ആണെങ്കിലാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്കത് ഫീൽഡിൽ സെറ്റ് ഔട്ട് ചെയ്യാം. ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ സബ്മിറ്റ് കേർവ് ഡിസൈൻ ഈസ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ലെങ്ത് ഓഫ് ദി സബ്മിറ്റ് കേർവ്. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് കേർവിൻ്റെ ഡിസൈനിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം സബ്മിറ്റ് കേർവിൻ്റെ ലെന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വിച്ച് ഈസ് ഡൺ കൺസിഡറിങ് ദി സൈഡ് ഡിസ്റ്റൻസ് പാരാമീറ്റേഴ്സ് ആസ് ഷോൺ ബിലോ. ഓക്കെ, അപ്പം ആ പറയുന്ന ലെന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സൈറ്റ് ഡിസ്റ്റൻസ് പാരാമീറ്റേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത സ്ലൈഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 കേസസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഡിസൈനിന് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ ലെന്ത് ഓഫ് സബ്മിറ്റ് കേർവ് അല്ലേ, അതിലെ പാരബോളിക് സബ്മിറ്റ് കേർവ്സ് അല്ലേ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പാരബോളിക് സബ്മിറ്റ് കേർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = ax² ആണ്. ഓക്കെ, അവിടെ a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n/2l എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന് n എന്ന് പറയുന്നത് ഡീവിയേഷൻ ആംഗിളും l എന്ന് പറയുന്നത് ലെന്ത് ഓഫ് ദി കേർവ് ആണ്. ഓക്കെ, സിൻസ് ദി സബ്മിറ്റ് കേർവ്സ് ആർ ലോ ആൻഡ് ഫ്ലാറ്റ്, ദ ലെന്ത് ഓഫ് ദി കേർവ് l ഈസ് ടേക്കൺ ആസ് ഈക്വൽ ടു ഇറ്റ്സ് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ AB ഇൻ ഫിഗറിൽ പറയുന്നുണ്ട്, as it is practically equal to the actual length of the curve. ഓക്കെ, അപ്പോൾ ഇതൊരു സബ്മിറ്റ് കേർവ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. +n1 -n2 ആണ്. ഇവിടുത്തെ ഡീവിയേഷൻ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ടാൻജന്റ് വരച്ചു. n = n1 - n2, അങ്ങനെ +n2 ആയി. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു. നമ്മൾ ഈ ഒരു ലെന്ത്, ഈ ഒരു സബ്മിറ്റ് കേർവ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് തൊട്ടാന്ന് വിചാരിക്കുക കേട്ടോ. ഇങ്ങനെ പോയ സബ്മിറ്റ് കേർവ് ഈ ബിയിൽ വന്ന് അവസാനിക്കുന്നു. ഓക്കെ, അപ്പം എയും ബിയും മാർക്ക് ചെയ്യുക, ഈ പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്തു, ഡയറക്റ്റ് ഒരു ഡി മാർക്ക് ചെയ്തു. ഇവിടെ കൂടെ ഇങ്ങനെ ഒരു നോർമൽ പോലെ വരയ്ക്കുവാണെങ്കിൽ അതും ആ ഒരു ടാൻജന്റ് പോകുന്നതിൻ്റെ അവിടുത്തെ ഉള്ള ആ ഡിസ്റ്റൻസ് h, അങ്ങനെ ഒരു മാർക്കിങ്സ് ഒക്കെ കൊടുത്തു. അതിലൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അപ്പം ജസ്റ്റ് ഈ n1ഉം n2ഉം
കേവിൻ്റെ സ്റ്റാർട്ടിങ് എല്ലാം ഓർത്ത് വെക്കുക, ഡീവിയേഷൻ ആംഗിൾ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഒരു കേവ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കൊടുക്കണം അല്ലേ, കാര്യം എന്നാലേ ഫ്രണ്ടിൽ കൂടെ പോകുന്ന വണ്ടികളെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കേവിൻ്റെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് ഈ മാർക്ക് ചെയ്യുന്നത് കേട്ടോ, SSD. ഇനി അതേപോലെ തന്നെ അവിടെ നമ്മൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസും കൊടുക്കണം, അതിൻ്റെ മാർക്കിംഗ് ആണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കൂടുതലുണ്ട്. ഓക്കെ, പിന്നെ ലെന്ത് ഓഫ് ദി കേവ് എന്ന് പറയുന്നത് ഈ A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ, ശരിക്കും A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ്. പക്ഷേ നമ്മൾ പറയുന്നത് സബ്മിറ്റ് കേവ് എന്ന് പറയുന്നത് പാരാബോളിക് ആയതുകൊണ്ടും സബ്മിറ്റ് കേവ് എന്ന് കുറച്ചുകൂടെ ലോങ് ആൻഡ് ഫ്ലാറ്റ് ആയതുകൊണ്ടും ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ കേവിനെ വേണമെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യാം. അപ്പം അതെന്ന് പറയുന്നത് ഇങ്ങനെ ആവുള്ളൂ, ഈ ഒരു ഡോട്ടഡ് ലൈൻ ആയില്ലേ. അപ്പം അതിൻ്റെ ലെന്ത് കണ്ടുപിടിച്ചാലും മതി അല്ലേ, നമ്മൾ ഹൊറിസോണ്ടലി അതിനെ പ്രൊജക്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് അത് മതി എന്നാണ് നമ്മൾ ആക്ച്വൽ ലെന്ത് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലെന്ത് L കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ സബ്മിറ്റ് കേവിൻ്റെ ലെന്ത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, while designing the length of parabolic submit curve, it is necessary to consider the stopping side distance and overtaking side distance. രണ്ടും സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്യണം ഈ ലെന്ത് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ. As mentioned earlier, it is essential to provide side distance at least equal to the stopping side distance at all points on a highway so as to avoid ആക്സിഡൻസ് ഡ്യൂ ടു ഇൻഎഡ്യൂക്കേറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം സൈഡ് ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസെങ്കിലും പ്രൊവൈഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ ആക്സിഡൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ലെന്ത് ഓഫ് സബ്മിറ്റ് കേവ് നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അതിനും രണ്ട് കേസസ് ഉണ്ട്. നമ്മൾ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് പറഞ്ഞില്ലേ, അവിടെ ഒന്ന് L ഗ്രേറ്റർ ദാൻ S ആണെങ്കിൽ അങ്ങനത്തെ കേസ് തന്നെ ഇവിടെ ഉണ്ട്. രണ്ട് കേസസ് ഉണ്ട്. ആദ്യത്തത് വെൻ ദി ലെന്ത് ഓഫ് ദി കേവ്, ഈ പറയുന്ന ലെന്ത് എന്ന് പറയുന്നത് ലെന്ത് ഓഫ് ദി കേവ് ഇസ് ഗ്രേറ്റർ ദാൻ സൈഡ് ഡിസ്റ്റൻസ് ആകുമ്പോൾ, L ഇസ് ഗ്രേറ്റർ ദാൻ SSD ആകുമ്പോഴും വെൻ ലെന്ത് L ഇസ് ലെസ് ദാൻ SSD ആകുമ്പോഴും ഉള്ള രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ആ രണ്ട് കണ്ടീഷൻസിലെയും ഇക്വേഷൻസ് അറിഞ്ഞു വെക്കണം. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് കേവിൻ്റെ ആദ്യത്തെ ലെന്ത് ഓഫ് ദി സബ്മിറ്റ് കേവ് ഫോർ SSD വെച്ചിട്ടുള്ളതാണ്. ആദ്യത്തത് L ഇസ് ഗ്രേറ്റർ ദാൻ SSD ആകുമ്പോൾ Lന്റെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ അങ്ങ് പഠിക്കുക കേട്ടോ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനിയും L ലെസ് ദാൻ SSD ആകുമ്പോൾ ഉള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനകത്ത് കുറേ ടേംസ് ഉണ്ടല്ലേ, ഓരോന്ന് എന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനകത്ത് S എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ സൈഡ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റിനകത്ത് SSD എന്ന് വെച്ചിട്ടാണെങ്കിൽ SSDയുടെ വാല്യൂ ആയിരിക്കും അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, SSD ആകാം, OSD ആകാം, ISD ആകാം, ഏത് വാല്യൂ അല്ല, അങ്ങനത്തെ സൈഡ് ഡിസ്റ്റൻസിന്റെ വാല്യൂ ആയിരിക്കും Sന് കൊടുക്കേണ്ടത്. അത് മീറ്ററിലായിരിക്കും. N എന്ന് പറയുന്നത് ഡീവിയേഷൻ ആംഗിൾ ആണ്. അതെന്താണ്, മറ്റേ ഓൾജബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഗ്രേഡ്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഡ്രൈവർ എബോവ് ദി ക്യാരേജ് വേ. ഓക്കെ, റോഡിന്റെ സർഫസിൽ നിന്ന് വണ്ടിയിലിരിക്കുന്ന ഒരു ഡ്രൈവറിന്റെ ഹൈറ്റ്, ഐയുടെ ഹൈറ്റ്. ഓക്കെ, അത് നമ്മൾ സാധാരണ 1.2 മീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ക്യാപിറ്റൽ H. ഇനി സ്മോൾ h എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എബോവ് ദി ക്യാരേജ് വേ. ഓക്കെ, ആ വണ്ടിയിലിരിക്കുന്ന ഡ്രൈവറിന് ഇത്രയും ദൂരെ മാറിയുള്ള ഒരു ഒബ്ജക്റ്റ് കാണുമെന്ന് പറയാറില്ലേ, അതാണ് ഒരു റോഡ് സർഫസിലുള്ള ഒരു ഒബ്ജക്റ്റിന് മിനിമം വേണ്ട ഒരു ഹൈറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്മോൾ h വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ നമ്മൾ സാധാരണ എടുക്കുന്നത് 0.15 മീറ്റർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ Hന്റെയും സ്മോൾ hന്റെ വാല്യൂ ഈ പറയുന്ന 1.2ഉം 0.15 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ റെഡ്യൂസ് ചെയ്തെടുക്കാം. അതാണ് ഈ പറയുന്ന ഇക്വേഷൻ, NS² ഡിവൈഡ് ബൈ 4.4. ഓക്കെ, അതേപോലെ ഈ ഇക്വേഷനെയും ഈ പറയുന്ന 1.2ഉം 0.15ഉം ക്യാപിറ്റൽ Hന്റെ വാല്യൂയും സ്മോൾ hന്റെ വാല്യൂയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷനെയും റെഡ്യൂസ് ചെയ്യാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. L = 2s മൈനസ് 4.4 ഡിവൈഡ് ബൈ n. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കുക. കാര്യം ഇൻ കേസ് ക്വസ്റ്റിനകത്ത് Hന്റെ വാല്യൂ ഒക്കെ വേറെ ഏതെങ്കിലും വാല്യൂ വരുവാണെങ്കിൽ പിന്നെ നമുക്ക് H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലേ വേണ്ടി വരത്തുള്ളൂ. അല്ലാതെ ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ അത് നമുക്ക് പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏറ്റവും ബെറ്റർ ഈ പറയുന്ന ഇക്വേഷൻസ് രണ്ടും പഠിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്, SSD വെച്ചിട്ടുള്ള ലെന്ത് ഓഫ് ദി കേവ് പറയുന്നത്. ഇനിയും ബേസ്ഡ് ഓൺ OSD ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസോ വെച്ചിട്ടുള്ള ലെന്ത് ഓഫ് ദി സബ്മിറ്റ് കേവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ രണ്ട് കേസുണ്ട്. L ഗ്രേറ്റർ ദാൻ OSD അല്ലെങ്കിൽ L ലെസ് ദാൻ OSD ഉണ്ട്. രണ്ടിനും നേരത്തെ പോലെ രണ്ട് ഇക്വേഷൻസ്, NS² ബൈ 8h വേറൊരു ഇക്വേഷനും. ഈ ഇക്വേഷനകത്തും ക്യാപിറ്റൽ H പറയുന്നുണ്ട് അല്ലേ.
ക്യാപിറ്റൽ എച്ചിൻ്റെ വാല്യൂ 1.2 മീറ്റർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആ ഇക്വേഷനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാം. ഈ പറയുന്ന ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ബേസിക് ഈ 2 ഇക്വേഷൻസ് എങ്കിലും പഠിക്കുക. അപ്പം നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കിയാലോ. ആൻ അസെൻഡിങ് ഗ്രേഡിയൻറ്റ് ഓഫ് 1 in 100 meets a descending gradient of 1 in 120. ഓക്കെ, ഒരു അസെൻഡിങ് ഗ്രേഡിയൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, അസെൻഡിങ് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്ലസ് 1/100 ആണ്. ഓക്കെ, അതാണ് N1ൻ്റെ വാല്യൂ. അത് വേറൊരു ഡിസെൻഡിങ് ഗ്രേഡിയൻറ്റിനെ മീറ്റ് ചെയ്തു. ഡിസെൻഡിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. N2 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 1/120 ആണ്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. അവർ തമ്മിൽ മീറ്റ് ചെയ്തേ. A submit curve is to be designed for a speed of 80 km/h so as to have an overtaking side distance of 470 meter. അപ്പം OSDയുടെ വാല്യൂ തന്നിട്ടുണ്ട് 470 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട് 80 km/h. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് ഈ N1ഉം N2ഉം കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ഡീവിയേഷൻ ആംഗിൾ കണ്ടുപിടിക്കാം അല്ലേ. N1 മൈനസ് N2. അപ്പോൾ N1ൻ്റെ വാല്യൂ 1/100 മൈനസ് ഓഫ് -120 എന്ന് പറയുന്നത് 1/120 എന്ന് പറയുന്നത് നമുക്കത് പ്ലസ് ആക്കി എടുക്കാം. എന്നിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 11/600 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്യുവാണ് L is greater than OSD എന്ന്. കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് L കണ്ടുപിടിക്കാനാണ്. നമ്മളങ്ങ് അസ്യൂം ചെയ്തു ലെറ്റ് L is greater than OSD. ആ സമയത്തുള്ള ഇക്വേഷൻ NS²/9.6. കാര്യം എച്ചിൻ്റെ ക്യാപിറ്റൽ എച്ചിൻ്റെയും സ്മോൾ എച്ചിൻ്റെ വാല്യൂ ഇവരൊന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ചെറിയ സോൾവ് ചെയ്ത ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത് 9.6 ഉണ്ട്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 422 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അസ് ദിസ് വാല്യൂ ഓഫ് L is ലെസ് ദാൻ OSD ഓഫ് 470. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തത് L is ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ടല്ലേ. പക്ഷെ ഇവിടെ കിട്ടിയത് 422 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 470 ആണ്. ഇത് നമ്മൾ അസംഷൻ കറക്റ്റ് അല്ല എന്നായി. ഓക്കെ, അപ്പം അടുത്ത അസംഷൻ നമ്മൾ നോക്കി. ലെറ്റ് L is ലെസ് ദാൻ OSD. ആ സമയത്തുള്ള Lൻ്റെ ഇക്വേഷൻ എടുക്കാം. അവിടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് 417 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, L 417 മീറ്റർ എന്ന് കിട്ടി. അതെന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 470 OSDയുടെ വാല്യൂ ആണ്. അപ്പം നമ്മുടെ അസംഷൻ, രണ്ടാമത്തെ അസംഷൻ കറക്റ്റായി. ഓക്കെ, അപ്പം ഡിസൈൻ ലെന്ത് ഓഫ് സബ്മിറ്റ് കർവ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച 470 മീറ്റർ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിന് പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞതായിരുന്നു എന്ത്? സബ്മിറ്റ് കർവിൻ്റെ ഡിസൈനെ പറ്റി. ഇനി അടുത്തത് വാലി കർവ് ഉണ്ട്. ഓക്കെ, വാലി കർവ് എന്ന് പറയുന്നത് എന്താണ്? കോൺവെക്സിറ്റി ഡൗൺവേർഡ് ആണ്, താഴോട്ടാണ് അതിൻ്റെ കോൺവെക്സിറ്റി പോകുന്നത്. കർവ് പോകുന്നത് ഇങ്ങനെയാണ്, താഴോട്ട്. ഓക്കെ, ഇതും 4 കണ്ടീഷൻസിലാണ് ഫോം ചെയ്യുന്നത്. ഒന്ന്, വെൻ എ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് മീറ്റ്സ് അനദർ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ്, ചെറിയൊരു നെഗറ്റീവ്. നെഗറ്റീവ് N1 നെഗറ്റീവ് N2നെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അവിടുത്തെയും എന്താണ് ഡീവിയേഷൻ ആംഗിൾ കണ്ടുപിടിക്കാം. സെയിം തന്നെ ഓൾജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഗ്രേഡ് ആണ്. നെഗറ്റീവ് N1 മൈനസ് ഓഫ് -N2 എന്നപ്പോൾ പ്ലസ് N2 ആയി. പ്ലസ് N2 മൈനസ് നെഗറ്റീവ് N1 ആയി. ഇതും അതേപോലെ തന്നെ വെൻ എ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് മീറ്റ്സ് എ ലെവൽ 0 ഗ്രേഡിയൻറ്റ്, ഒരു ലെവലായിട്ടുള്ള 0 ഗ്രേഡിയൻ്റ് ഉള്ള ഒരു ഗ്രേഡിയൻറ്റിനെ മീറ്റ് ചെയ്യുമ്പോഴും അവിടെ ഒരു വാലി കർവ് ഫോം ചെയ്യും. ഓക്കെ, നെഗറ്റീവ് N1 മൈനസ് 0, അപ്പം നെഗറ്റീവ് N1 ആകും ഡീവിയേഷൻ ആംഗിളിൻ്റെ വാല്യൂ. അടുത്തത് വെൻ എ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് മീറ്റ്സ് വിത്ത് എ പോസിറ്റീവ് ഗ്രേഡിയൻറ്റ്, നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഒരു പ്ലസ് N2നെ മീറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വാലി കർവ് ഫോം ചെയ്യും. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഗ്രേഡിയൻറ്റ് വേറൊരു സ്റ്റീപ്പർ ആയിട്ടുള്ള പോസിറ്റീവ് ഗ്രേഡിയൻറ്റ് എന്ന് വെച്ചാൽ അവിടെ ഒരു താഴോട്ടാണ് അവിടെ കോൺവെക്സിറ്റി പോകുന്നത്. അങ്ങനെ 4 കണ്ടീഷൻസിൽ വാലി കർവ്സ് ഫോം ചെയ്യാം. As compared to the design of submit curve, valley curve requires more consideration. ഓക്കെ, അപ്പം സബ്മിറ്റ് കർവിനെ വെച്ച് നോക്കുമ്പോൾ വാലി കർവിനാണ് കുറച്ചുകൂടി കൂടുതൽ കൺസിഡറേഷൻസ് ഒക്കെ നമ്മൾ പറയുന്നത്, ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസൈൻ ചെയ്യേണ്ടത്. ഡ്യൂറിങ് ഡേ ടൈം ദ വിസിബിലിറ്റി ഇൻ വാലി കർവ്സ് ആർ നോട്ട് ഹിൻഡേർഡ്. ഓക്കെ, അപ്പം ഡേ ടൈമിൽ വാലി കർവ്സിൽ എന്താണ് വിസിബിലിറ്റി ഒന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഡ്യൂറിങ് നൈറ്റ് ടൈം ദ ഓൺലി സോഴ്സ് ഓഫ് വിസിബിലിറ്റി ബിക്കംസ് ഹെഡ്ലൈറ്റ് ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്. ഓക്കെ, പക്ഷെ രാത്രി സമയമാകുമ്പം ആ പോർഷനിൽ കൂടെ പോകുന്ന വണ്ടികളുടെ ഹെഡ്ലൈറ്റ് മാത്രമാണ് അവിടുത്തെ ഒരു സോഴ്സ് ഓഫ് വിസിബിലിറ്റി എന്ന് പറയുന്നത്. ഹെഡ്ലൈറ്റോ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ, കാര്യം അതിൻ്റെ ഒരു ഷേപ്പ് കാരണം താഴോട്ടുള്ള ഒരു ഇറക്കം പോലെയാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ വിസിബിലിറ്റി നൈറ്റ് ടൈമിൽ കുറവായിരിക്കും. And in valley curves, the centrifugal force generated by the vehicle moving along a valley curve act downward along with the weight of the vehicle.
and this adds to the stress induced in the spring of the vehicle, which causes jerking of the vehicle and discomfort to the passenger. സബ്മിറ്റ് കേർവിൽ നമ്മൾ പറഞ്ഞു അധികം ഡിസ്കംഫോർട്ട് ഒന്നും ഇല്ല, കാര്യം സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെയും വെയിറ്റിന്റെയും ഡയറക്ഷൻ രണ്ടും ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ കേസ് വരുമ്പോഴേക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഡയറക്ഷനും വെയിറ്റ് ഓഫ് ദി വെഹിക്കിളിന്റെ ഡയറക്ഷനും രണ്ടും താഴോട്ടാണ്. അപ്പൊ എന്താവും, ആ ഒരു വെഹിക്കിളിന്റെ സ്പ്രിങ്ങിന്റെ മേളിൽ സ്ട്രെസ് കൂടും. ഓക്കെ, അപ്പം വെഹിക്കിളിൽ ജെർക്കിംഗ് ഉണ്ടാവും, പാസഞ്ചേഴ്സിന് ഡിസ്കംഫോർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പം സബ്മിറ്റ് കേർവ് ആണ് ഏറ്റവും ബെറ്റർ കമ്പയർ ടു വാലി കേർവ്. ഓക്കെ, ദസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു കൺസിഡർ ഡ്യൂറിങ് വാലി കേർവിൻ്റെ ഡിസൈനിൽ നമ്മൾ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട 3 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്ന്, ഇമ്പാക്റ്റ് ആൻഡ് ജെർക്കിംഗ് ഫ്രീ മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾസ് അറ്റ് ഡിസൈൻ സ്പീഡ്. ഡിസൈൻ സ്പീഡിൽ ഇമ്പാക്റ്റ് കുറവുള്ളതും അല്ലെങ്കിൽ ജെർക്കിംഗ് ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടാൻ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന് നോക്കണം. രണ്ടാമത്, അവൈലബിലിറ്റി ഓഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അണ്ടർ ഹെഡ്ലൈറ്റ് ഓഫ് ദി വെഹിക്കിൾ ഡ്യൂറിങ് നൈറ്റ് ഡ്രൈവ്. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അവിടെ പേയ്മെന്റ് ഡിസൈൻ ചെയ്യാൻ നൈറ്റ് ഡ്രൈവിംഗ് ടൈമിൽ. അതേപോലെ തന്നെ ലൊക്കേറ്റിംഗ് ലോവസ്റ്റ് പോയിന്റ് ഓൺ വാലി കേർവ് ഫോർ പ്രൊവൈഡിങ് ക്രോസ് ഡ്രെയിനേജ് ഫെസിലിറ്റി. അപ്പം നമ്മൾ ആ വാലി കേർവ്സിലൊക്കെ എന്താണ് വെള്ളം കെട്ടിക്കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ ക്രോസ് ഡ്രെയിനേജ് ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടി ആ വാലി കേർവിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും, ഡിസൈൻ ഇച്ചിരി ബെറ്റർ ആക്കാൻ. ഓക്കെ, സബ്മിറ്റ് കേർവ് പോലെ തന്നെ ഇവിടെയും 2-3 കണ്ടീഷൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി വാലി കേർവ് ഫോർ കംഫോർട്ട് കണ്ടീഷൻ. എന്ന് വെച്ചാൽ ആ ഒരു വാലി കേർവിൽ കൂടെ കംഫോർട്ട് കണ്ടീഷനാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ കേസിലുള്ള വാലി കേർവിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് L = 2 ഇൻറ്റു ദ ഹോൾ ബ്രാക്കറ്റിനകത്താണ് ക്യാപിറ്റൽ N ഇൻറ്റു സ്മോൾ v ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ C, ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ റേസ് ടു ഹാഫ്. ഓക്കെ, ഈ കേസിൽ സ്മോൾ ബി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആണ്. N എന്ന് പറയുന്ന ഡീവിയേഷൻ ആംഗിൾ ആണ്. C എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണ്. അത് നമ്മൾ 0.6 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെയാണ് എടുക്കാറ്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷനകത്ത് ഈ സിയുടെ വാല്യൂ 0.6 കൊടുത്ത് ക്യാപിറ്റൽ വിയുടെ വാല്യൂ കിലോമീറ്റർ പെർ അവറിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനാണിത്. 0.38 ദ ബ്രാക്കറ്റിനുള്ളിൽ N ഇൻറ്റു ക്യാപിറ്റൽ V ക്യൂബ് ദ ഹോൾ റേസ് ടു ഹാഫ്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ V വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനും പഠിക്കുക, ഈ ഇക്വേഷൻ പഠിച്ചാലും മതി. സിന്റെ വാല്യൂ 0.6 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ നമുക്ക് കൊടുക്കാം. മേ ബി ടേക്കൻ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് 0.6 കൊടുക്കാം. വിയുടെ വാല്യൂ അപ്പം ആ ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കണം എന്നുള്ള കാര്യം മാത്രം ഓർക്കുക. കിലോമീറ്റർ പെർ അവറിലുള്ള വാല്യൂ ആണെങ്കിൽ അത് ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ, അതായിരുന്നു കംഫോർട്ട് കണ്ടീഷനിലുള്ള ലെങ്ത് ഓഫ് ദി വാലി കർവ്. ഇനി അടുത്തത് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ളതാണെങ്കിൽ. ഓക്കെ, അപ്പം നമുക്കത് നമ്മൾ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ പോലും SSD എന്ന് വെച്ചിട്ടേ കാണിച്ചിട്ടുള്ളൂ, കാര്യം രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പം ഇതിലും നേരത്തെ പോലെ തന്നെ L > SSD യും L < SSD ആണെങ്കിലുള്ള ഇക്വേഷൻ ഉണ്ട്. L ഗ്രേറ്റർ ആണെങ്കിലുള്ള ഇക്വേഷനാണ്, L ലെസ് ആണെങ്കിലുള്ള ഇക്വേഷനാണ്. ഓക്കെ, 2s മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ 2 ഇൻറ്റു H1 പ്ലസ് 2s tan alpha ബൈ N ഹോൾ ഡിവൈഡ് ബൈ N. ഇവിടെ തൊട്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഡിവൈഡ് ബൈ N. ഓക്കെ, ഇനിയും ഈ ഇക്വേഷനകത്ത് ഒരു H1 എന്ന ടേം ഉണ്ട് അല്ലേ, അതെന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഹെഡ്ലൈറ്റ് ആണ്. അത് നമ്മൾ സാധാരണ 0.75 മീറ്റർ എന്നാണ് എടുക്കാറ്. പിന്നെ ആൽഫ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ ഓഫ് ഫോക്കസ്ഡ് പോർഷൻ ഓഫ് ബീം ഓഫ് ലൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ബീം ആംഗിൾ എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മളത് സാധാരണ 1 ഡിഗ്രി എന്നാണ് എടുക്കാറ്. ഓക്കെ, അപ്പം ഈ പറയുന്ന H1ന്റെ വാല്യൂ 0.75ഉം ആൽഫയുടെ വാല്യൂ 1 ഡിഗ്രിയും കൊടുത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തെടുക്കാം ഇങ്ങനെ. ഓക്കെ, അതാണിത്. അതേപോലെ ഈ ഇക്വേഷനകത്തും H1ന്റെ വാല്യൂ 0.75ഉം ആൽഫയുടെ വാല്യൂ 1 ഡിഗ്രിയും കൊടുത്ത് റെഡ്യൂസ് ചെയ്തെടുത്ത ഇക്വേഷനാണിത്. ഓക്കെ, അപ്പം അറ്റ്ലീസ്റ്റ് ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക. ഓക്കെ, ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ലോവസ്റ്റ് പോയിന്റ് ഓൺ വെർട്ടിക്കൽക്ക് പറയുന്ന വാലി കേർവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രോസ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഒക്കെ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ലോവസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ ഒരു ഇതാണ്. നമ്മളൊരു വാലി കേർവ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ പറയുന്ന x0 ആണ് നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഈ പോയിന്റ് ആയിരിക്കും അവിടുത്തെ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ് നോട്ട് ഈക്വൽ ടു എൽ ഇൻറ്റു റൂട്ട് ഓഫ് n1 ആണ് കേട്ടോ, n(1) ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു n. ഓക്കെ, ഈ n1 എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ആ ഗ്രേഡിയൻറ്റിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡീവിയേഷൻ ആംഗിൾ കണ്ടുപിടിക്കുമല്ലോ ഈ n1ഉം n2ഉം വെച്ചിട്ട്, അതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു എൽ ഇൻറ്റു റൂട്ട് ഓഫ് n(1) ഡിവൈഡഡ് ബൈ 2n. അത് ചെയ്താൽ നമുക്ക് എക്സ് നോട്ടിൻ്റെ വാല്യൂ കിട്ടും. അപ്പം ആ വാല്യൂ കർവിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പം ഒരു 2 മീറ്റർ നിന്നിട്ട് ആ 2 മീറ്റർ കഴിയുമ്പോൾ അവിടെയുള്ള ആ പോയിന്റാണ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതൊരു ഇക്വേഷൻ വെച്ചിട്ട് ലോവസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഫൈനലി എ വാലി കർവ് ഇസ് ഫോംഡ് ബൈ എ ഡിസെൻഡിങ് ഗ്രേഡ് ഓഫ് 1/25. ഓക്കെ, അപ്പോൾ ഒരു വാലി കർവ് ഫോം ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പം അത് ഫോം ചെയ്യുന്നത് ആദ്യം ഒരു ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ഉണ്ട്. ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 1/25 അതാണ് ആദ്യത്തെ n1. അതെന്തിനെ മീറ്റ് ചെയ്യുന്നത്? ഒരു അസെൻഡിങ് ഗ്രേഡിയൻറ്റിനെ. വാല്യൂ എത്രയാണ്? 1/30 പ്ലസ് 1/30 ആണ് n2ൻ്റെ വാല്യൂ. അപ്പം നമുക്ക് ആദ്യമേ എന്താണ് ഡീവിയേഷൻ ആംഗിൾ അങ്ങ് കണ്ടുപിടിക്കാം അല്ലേ? നെഗറ്റീവ് n1 മൈനസ് നെഗറ്റീവ് മൈനസ് 1/30. ഓക്കെ, അത് സോൾവ് ചെയ്യാൻ നമുക്ക് -11/150 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ക്വസ്റ്റിനകത്ത് എന്താ പറയുന്നത്? ഡിസൈൻ ദി ലെങ്ത് ഓഫ് വാലി കർവ് കണ്ടുപിടിക്കണം ടു ഫുൾഫിൽ ബോത്ത് കംഫോർട്ട് കണ്ടീഷൻ ആൻഡ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് റിക്വയർമെന്റ്. ഓക്കെ, കംഫോർട്ട് കണ്ടീഷൻ്റെയും ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് റിക്വയർമെന്റിനും വേണ്ട ലെന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ എ ഡിസൈൻ സ്പീഡ് v = 80 km/h. അസ്യൂം അലോവബിൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ c = 0.6 m/s³ എടുത്തോളാൻ പറയും. v ഉണ്ട്, പിന്നെന്താണ് വിനെ വേണമെങ്കിൽ നമുക്ക് m/s കൺവേർട്ട് ചെയ്യാം. 22.2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ കംഫോർട്ട് കണ്ടീഷൻ അനുസരിച്ച് ഇക്വേഷൻ എഴുതുക. എന്നിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സ്മോൾ വിയുടെ വാല്യൂ നമ്മൾ m/s എന്നുള്ളത് കണ്ടുപിടിച്ചു. സിൻ്റെ വാല്യൂ 0.6 എടുത്തോളം പറഞ്ഞു. സോൾവ് ചെയ്യുമ്പോൾ 73.1 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ കംഫോർട്ട് കണ്ടീഷനുള്ള ലെന്ത് വാലി കർവിൻ്റെ. അടുത്തത് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസിന് വേണ്ടിയുള്ള വാലി കർവിൻ്റെ ലെന്ത് എന്നാണ്. ഓക്കെ, അവിടെ നമ്മൾ ചെയ്യുമ്പോൾ നെഗ്ലക്റ്റിംഗ് ദി അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഗ്രേഡിയൻറ്റ് അറ്റ് ദി വാലി കർവ് using equation 4.2 assuming time equal to 2.5 second and f equal to 0.35. ഓക്കെ, നമ്മുടെ SSD ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ് കാര്യം? നമുക്ക് ഈ ക്വസ്റ്റിനകത്തെ SSD തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ SSD കണ്ടുപിടിക്കണം. SSD കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? VT + v²/2gf. നമ്മുടെ ആദ്യത്തെ SSD കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിൽ v എന്ന് പറയുന്നതെല്ലാം നമ്മൾ m/s കൊടുക്കണം. അപ്പം നമ്മൾ 80 km/h m/s ആക്കാതെ ഇൻറ്റു റിയാക്ഷൻ ടൈം നമ്മൾ 2.5 സെക്കൻഡ് അങ്ങ് അസ്യൂം ചെയ്തു. പ്ലസ് v²/2g 9.8. എഫിൻ്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തതാണ് 0.35. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 127.3 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ആ വാല്യൂ യൂസ് ചെയ്യാം എന്തായിട്ട്? എസിൻ്റെ വാല്യൂ ആയിട്ട്. ഓക്കെ, അപ്പം ഇനി എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുവാണ്? എല്ല് കണ്ടുപിടിക്കാൻ ക്വസ്റ്റൻ. ലെറ്റ് എൽ ഈസ് ഗ്രേറ്റർ ദാൻ SSD എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പം ആ കണ്ടീഷനിലായിരിക്കുമ്പോഴുള്ള എല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക. ഓക്കെ, അതിനകത്ത് എന്നിൻ്റെ വാല്യൂ ഉണ്ട്, എസിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1.5. പിന്നെ ആപ്പാടുള്ള ടേം പിന്നെ എസ് ആണ്. എസ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. സോൾവ് ചെയ്യുമ്പോൾ 199.5 കിട്ടും. അത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാണല്ലോ അല്ലേ? എല്ലിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ SSD ആണല്ലോ. അപ്പം നമ്മുടെ അസംഷൻ കറക്റ്റ് ആണ്. As this value of L is higher than SSD, the assumption is correct. The valley curve length based on headlight distance being higher than that based on comfort condition. The design length of valley curve എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത്. കാര്യം 2 കണ്ടീഷൻ ഉണ്ടല്ലോ. കംഫോർട്ട് കണ്ടീഷനിലെ നമ്മൾ കണ്ടുപിടിച്ചു, ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഉള്ളതും കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ഡിസൈൻ ലെന്ത് അല്ലെങ്കിൽ ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് അതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എടുക്കണം. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് വാല്യൂ 200 ആണ്. 199.5 ആണ്. അപ്പം നമ്മൾ 200 ആണ് നമ്മുടെ ഡിസൈൻ വാല്യൂ ആയിട്ട് എടുത്തത്. രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ആകപ്പാടെ ഉള്ളത് ഓർക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഈ പറയുന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ VT + v²/2gf അങ്ങ് നമ്മൾ എടുത്തു. ഇവിടെ എക്സ്ട്രാ പറയുന്നത് നെഗ്ലക്റ്റിംഗ് ദി അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ്, അത് നമ്മളങ്ങ് വേണ്ടെന്ന് വെച്ചു കേട്ടോ. കാര്യം എന്നിൻ്റെ വാല്യൂ അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റൊരു ഗ്രേഡിയൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ VT + v²/2gf ബ്രാക്കറ്റിനകത്ത് +or-
0.01n എന്നുള്ള ടേം കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ ഗ്രേഡിയൻ്റ് എടുക്കുമായിരുന്നു. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലെവലാണെങ്കിലുള്ളതാണ്, പക്ഷെ നമ്മളത് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്തു. കാര്യം ഇവിടെ n1 ഉം n2 ഉണ്ട്. അപ്പോൾ ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ നെഗ്ലക്റ്റ് ചെയ്താണ്. ജസ്റ്റ് ലെവൽ സർഫസ് ആകുമ്പോൾ SSDയുടെ ഇക്വേഷൻ എടുത്തിട്ട് SSD കണ്ടുപിടിച്ചിട്ട് നമ്മൾ L ഗ്രേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും Lൻ്റെ വാല്യൂ എന്ന് കണ്ടുപിടിച്ചു. നമ്മുടെ അസംഷൻ കറക്റ്റ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ കൂടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അതല്ലായിരുന്നെങ്കിൽ അസംഷൻ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഇക്വേഷൻ Lൻ്റെ കണ്ടുപിടിച്ചിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ട് നോക്കാം. ഓക്കെ, എന്നിട്ട് അതിലെ ഏറ്റവും ഗ്രേറ്റർ വാല്യൂ വേണം ഡിസൈൻ ലെന്ത് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം കറക്റ്റായിട്ട് എഴുതണം. എന്നിട്ട് അത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. കാര്യം പ്രോബ്ലംസ് ചോദിച്ചാൽ നമുക്കത് ആൻസർ ചെയ്യണമെങ്കിൽ, പ്രോബ്ലംസ് ചോദിച്ചാൽ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മളത് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, അപ്പം ഇക്വേഷൻസ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതി പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു നമുക്കിനി, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇല്ലേ, അതിൻ്റെ ഒരു 1-2 പ്രോബ്ലം ചെയ്യണം. അതെന്തായാലും ഇനിയിപ്പോൾ അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ ആ പ്രോബ്ലംസ് പറഞ്ഞിട്ട് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ.